നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എപ്പോഴാണോ ഭഗവാനാകുന്ന ആ 1000 കോടി സൂര്യന്മാരുടെ പ്രഭാപൂരത്തെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്നത്, അപ്പോൾ അജ്ഞാനം ഹൃദയത്തിൽ നിന്ന് പോകും. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത പ്രകാശിക്കുകയും ചെയ്യും. ജ്ഞാനം ആനന്ദസ്വരൂപമാണ്. അങ്ങനെ ജ്ഞാനാനന്ദങ്ങൾ ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ ഇളക്കിമറിക്കും. അപ്പോൾ മധുരമധുരമായിട്ട് ആ ജ്ഞാനം ആനന്ദം ഒരുമിച്ച് ചേർന്ന് ഒന്നായിട്ട് വാക്കുകളായി പ്രവഹിക്കും. അങ്ങനെ പ്രവഹിക്കുന്ന ജ്ഞാന ആനന്ദലബ്ധിയുടെ മധുര പദങ്ങളാണ് സ്തോത്രങ്ങൾ. വേദങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ കാരണവന്മാരായ ഋഷിമാരുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചതാണ്. ആ പരമാത്മ അനുഭൂതിയിലിരുന്നു കൊണ്ട് അവർ പാടിയതാണ്. ആരും ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രകാരത്തിൽ ഭഗവത് തത്വങ്ങൾ അവർ പ്രത്യേകിച്ചൊരു പരിശ്രമം കൂടാതെ സ്വാഭാവികമായിട്ട് ഗാനം ചെയ്തു പോകും. അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നു. കബർദിൻ ദേവദേവേശ ഭഗനേത്രനിപാതന ദേവദേവ മഹാദേവ നീലഗ്രീവ ജടാധര. ആ കമനീയമായിരിക്കുന്ന രൂപം സൗന്ദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് അദ്ദേഹം. ഈ പ്രപഞ്ചത്തിൽ വിവിധ വസ്തുക്കളിൽ നമ്മൾ സൗന്ദര്യം കാണുന്നുണ്ട്. ആ സൗന്ദര്യം ആ വസ്തുക്കളുടേതാണോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ആണെന്നാണ് പൊതുവിൽ എല്ലാവരുടെയും ധാരണ. പുഷ്പങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ഉദയസൂര്യന് സൗന്ദര്യമുണ്ട്, ആനയ്ക്ക് സൗന്ദര്യമുണ്ട്, പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, പ്രവഹിക്കുന്ന കാറ്റിന്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിനിടയ്ക്കുകൂടി പ്രവഹിക്കുന്ന കാറ്റിന് സൗന്ദര്യമുണ്ട്, മനുഷ്യർക്ക് സൗന്ദര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പൊതുവിലുള്ളതായ ധാരണ. പക്ഷേ സൗന്ദര്യമുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഈ പറഞ്ഞ സുന്ദര വസ്തുക്കളെല്ലാം നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും സൾഫറും ഇവയൊക്കെ കൊണ്ടാണ് ഈ പദാർത്ഥങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇവയെല്ലാം പല അളവിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അങ്ങനെയാണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഒക്കെ ഉണ്ടാകുന്നത്. ഈ പദാർത്ഥങ്ങളിൽ ഏതിനാണ് സൗന്ദര്യമുള്ളത്? കാർബണിന് സൗന്ദര്യമുണ്ടോ? കരിക്ക് സൗന്ദര്യമുണ്ടോ? ഹൈഡ്രജന്, നൈട്രജന്, സൾഫറിന്, ഫോസ്ഫറസിന്, സോഡിയത്തിന് ഏതിനാണ് സൗന്ദര്യമുള്ളത്? ഇതൊന്നിനും സൗന്ദര്യമില്ല. സൗന്ദര്യമില്ലാത്ത വസ്തുക്കളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വെച്ചാൽ സൗന്ദര്യം, അതുവരെ ഇല്ലാതിരുന്ന സൗന്ദര്യം പുതുതായിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല, ഉള്ളതൊന്നും ഇല്ലാതാവുകയുമില്ല. ഇത് ഭാരതീയ ഋഷിവര്യന്മാരുടെ സുചിന്തിതമായിട്ടുള്ള നിർണയമാണ്. അതൊരു നിയമമാണ്. നാ അസതോ വിദ്യതേ ഭാവോ നാ അഭാവോ വിദ്യതേ സതഃ. വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ വേദവ്യാസൻ ഗീതയിൽ നമുക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അസത്തായ വസ്തു, ഇല്ലാത്ത വസ്തു ഒരിക്കലും ഉള്ളതായിത്തീരില്ല. ഇല്ലാത്തതിനൊരിക്കലും ഭാവമില്ല, ഉണ്മയില്ല. ഇല്ലാതിരുന്നതൊന്നും ഉണ്ടാവില്ല, പുതുതായി ഉണ്ടാവില്ല. അതേപോലെ ഉള്ള വസ്തു ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. നാ അഭാവോ വിദ്യതേ സതഃ. സദ്വസ്തുവിന് അഭാവവും ഉണ്ടാവില്ല. അതാണ് ഈ പദാർത്ഥങ്ങൾക്ക്, കരി, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ പദാർത്ഥങ്ങൾക്ക് ഒന്നിനും പ്രത്യേകം സൗന്ദര്യമില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പലതും വിരൂപമാണ് എന്നും അറിയാം.
സൗന്ദര്യമില്ലാത്തതായി ഈ പദാർത്ഥങ്ങളെ കൂട്ടിയിണക്കി കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവൂ? ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ലാത്ത സൗന്ദര്യം അവയ്ക്കുണ്ടാവില്ല. അപ്പോൾ ഈ സൗന്ദര്യം ഈ പദാർത്ഥങ്ങളിൽ, മനുഷ്യരിലും മൃഗങ്ങളിലും പുഷ്പങ്ങളിലും ഉദയസൂര്യനിലും അസ്തമന സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഈ സൗന്ദര്യം എവിടെ നിന്ന് കാണപ്പെടുന്നു? എവിടെ നിന്നിട്ട് വരുന്നു? അവയെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പദാർത്ഥങ്ങളിൽ നിന്നല്ല. പിന്നെയോ ആ പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് ഇവയെ ഉണ്ടാക്കുന്ന വേറെ ഒരു തത്വം അവയ്ക്കുള്ളിലുണ്ട്. അതിന്റെ പേരാണ് ആത്മാവെന്ന്, ബ്രഹ്മമെന്ന്. ആ തത്വമാണ് സൗന്ദര്യം, സത്യവും ശിവവും സുന്ദരവും. പരിധിയില്ലാത്തതായ സൗന്ദര്യമാണത്. ആ നിസ്സീമമായ സൗന്ദര്യത്തിന്റെ ഒരു ചെറിയ കിരണം, അതാണ് ഈ ലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഏറ്റവും വലിയ സുന്ദര വസ്തുക്കളിൽ പോലും നിലനിൽക്കുന്നത്. ആ പരമാത്മാവിൽ നിന്ന് വരുന്ന ഒരു കിരണം, സൗന്ദര്യത്തിന്റെ ഒരു കിരണം, അത് മാത്രമാണുള്ളത്. ആ ഒരൊറ്റ കിരണത്താൽ ഏതൊരു വസ്തുവും സുന്ദരമായി മാറും. അങ്ങനെ സകല സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടമാണ് ആ പരമാത്മാവ്. ആ പരമാത്മാവിന്റെ സൗന്ദര്യം നേരിട്ട് കണ്ടിട്ട്, ആ അദ്ദേഹത്തിന്റെ ജ്ഞാനം നേരിട്ട് അനുഭവിച്ചിട്ട് അർജുനൻ പാടുകയാണ്. ആ ജ്ഞാനാനന്ദങ്ങളിൽ ലയിച്ച് ആ സൗന്ദര്യമൂർത്തിയെ അർജുനൻ സ്തുതിക്കുകയാണ്. കബർദിൻ സർവദേവേശ. കബർദം എന്ന് പറയുന്ന ശിവന്റെ ജടയുടെ പേരാണ്. ഇക്കാണായതായ പ്രപഞ്ചം മുഴുവൻ ആ ജടയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഗംഗാനദി ആ ജടയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഗംഗ എന്നുള്ളത് ഓങ്കാരമാണ്, പ്രണവമാണ്. അത് പ്രവഹിക്കുമ്പോഴാണ്, ആ പ്രവാഹത്തിലാണ് ലോകം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടായി കാണപ്പെടുന്നത്. ഇത് മുഴുവൻ എവിടെയാണോ കുടികൊള്ളുന്നത് അതാണ് കബർദം. അതുകൊണ്ട് അദ്ദേഹത്തെ കബർദിൻ എന്ന സംബോധന. അല്ലയോ ജടാധാരിയായി നിൽക്കുന്ന മഹാദേവ, സൗന്ദര്യത്തിന്റെ പരിധിയില്ലായ്മയാണ് ആ കബർദത്തിൽ നമുക്ക് കാണാനായി സാധിക്കുക. സർവദേവേശ, എല്ലാ ദേവന്മാർക്കും ഈശ്വരനായിട്ടുള്ളവനെ, ഈ ലോകത്തിൽ കാണപ്പെടുന്നതായ സർവപദാർത്ഥങ്ങളും ഇങ്ങനെ ഈ പ്രകാരത്തിൽ ഉള്ളതായി നിലനിൽക്കുന്നത് 33 കോടി ദേവന്മാരുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പ്രവർത്തനത്താലാണ്. എല്ലാറ്റിലും നിറഞ്ഞ് ഉള്ളിലും പുറമേ നിൽക്കുന്ന ദേവന്മാരാണ്. ആ പരമാത്മാവ് ഈ ലോകത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്റെ ചൈതന്യത്തെ മായാരൂപത്തിൽ പ്രസരിപ്പിക്കുന്നു. അതിന്റെ അംശങ്ങളാണ്, ആ ചൈതന്യ പ്രവാഹത്തിന്റെ ധാരകളാണ് ദേവന്മാരെന്ന് പറയുന്നത്. അങ്ങനെ മായാ മണ്ഡലത്തിലൂടി അനുഭവവേദ്യമായിരിക്കുന്ന ഈ ചൈതന്യ പ്രവാഹ സ്രോതസ്സുകൾ, അതാണ് ദേവന്മാർ. അവരിങ്ങനെ വേണ്ടുന്ന പ്രകാരത്തിൽ 33 കോടി എന്ന ഇതിഹാസ പുരാണങ്ങൾ നമുക്കതിനെ മനസ്സിലാക്കിച്ചു തരുന്നുമുണ്ട്. അവർ പല പ്രകാരത്തിൽ പ്രവർത്തിക്കൊണ്ടാണ് ഇക്കാണായ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ ഉണ്ടായി നിലനിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ലയിച്ചുകൊണ്ടിരിക്കുന്നതും. അവരാണ് ദേവന്മാർ. ആ ദേവന്മാരുടെയും ദേവനാണങ്ങ്. എന്താ, ഈ ദേവന്മാരെല്ലാം എവിടെ നിന്നുണ്ടായി? ഈ പരമാത്മാവിൽ നിന്നുണ്ടായി, മഹാദേവനിൽ നിന്നുണ്ടായി. ലോകത്തിന് മുഴുവൻ ആദികാരണമായിരിക്കുന്ന പരമാത്മാവിനെയാണ് മഹാദേവൻ എന്ന് പറയുക, ശിവൻ എന്ന് പറയുക, ശങ്കരൻ എന്ന് പറയുക, നാരായണൻ എന്ന് പറയുന്നു അദ്ദേഹത്തെ തന്നെ, വിഷ്ണു എന്ന് പറയുന്നു അദ്ദേഹത്തെ തന്നെ. അനേകം നാമങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം അനേക ഘട്ടങ്ങളായിട്ട് ഉണ്ടായിത്തീർന്നത്. അതുകൊണ്ട് ഈ ദേവന്മാര് ആരെ ആശ്രയിച്ചുണ്ടായി? ആ മഹാദേവനെ ആശ്രയിച്ചുണ്ടായി. ഇവരാരെ ആശ്രയിച്ച് നിലനിൽക്കുന്നു? ആ മഹാദേവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഇവരാരിൽ ലയിക്കുന്നു? ഇവർ ആ മഹാദേവനിൽ തിരിച്ച് ലയിക്കുന്നു കൽപ്പാന്തത്തില്. അതാണ്, ഇവരെല്ലാവരും ആ ദേവദേവനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സർവ്വദേവന്മാർക്കും ദേവനാണ് മഹാദേവൻ. കബർദിൻ സർവദേവേശ ഭഗനേത്രനിപാതന. ഭഗന്റെ കണ്ണിനെ വീഴ്ത്തിക്കളഞ്ഞു ഒരൊറ്റ ഇടി കൊണ്ട് സാക്ഷാൽ മഹാദേവൻ.
ദക്ഷയാഗശാലയിൽ വെച്ച് നടന്നതായ സംഭവമാണത്. അതാണ് ഭഗനേത്രനിപാതന ദേവദേവ മഹാദേവ. ദേവന്മാർക്കും ദേവനായിരിക്കുന്ന അലയോ മഹാദേവ, ഏറ്റവും വലിയ ഈശ്വര, നീലഗ്രീവ ജടാധര, ജട ധരിച്ചവനെ, നീലഗ്രീവ നീലിമയാർന്ന കണ്ഠത്തോടുകൂടിയവനെ. ശിവന്റെ കണ്ഠം നീല നിറത്തിലായി തീരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയും, വളരെ പ്രസിദ്ധമാണ്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതായ ആ കഥ. അവിടെ ആ വാസുകിയുടെ ഉള്ളിൽ നിന്നിട്ട് ആദ്യം പുറത്തേക്ക് വന്നത് കാളകൂടമാണ്. ആ കാളകൂടൻ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ശേഷിയുള്ളതായ വിഷമാണ്. അങ്ങനെ പ്രപഞ്ചം നശിക്കും എന്നുള്ള ഘട്ടമാണ് വന്നു ചേർന്നിരിക്കുന്നത് മുന്നിൽ. ലോകത്തെ രക്ഷിക്കാൻ ആ അവസരത്തിൽ സാക്ഷാൽ മഹാദേവൻ ആ ഗരളത്തെ അദ്ദേഹം പാനം ചെയ്തു. ആ ഗരളമാണ് അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് കഴുത്തിന് നീലനിറം വന്നു. അങ്ങനെ ലോക നന്മയ്ക്കു വേണ്ടിയിട്ട് ഗരളം പാനം ചെയ്ത് ലോകത്തെ രക്ഷിച്ചതിന്റെ അടയാളമാണത്. അത്ര കണ്ട് ലോകത്തോട് കാരുണ്യമുള്ളവനാണ് സാക്ഷാൽ മഹാദേവൻ. അതാണ് നീലകണ്ഠൻ എന്നുള്ളതായ ആ പേരിന്റെ അർത്ഥം. നീലഗ്രീവൻ, ഗ്രീവ കഴുത്ത്, നീലഗ്രീവൻ നീലകണ്ഠ ജടാധര, കാരണാനാം ച പരമം ജാനേ ത്വാം ത്രയംബകം വിഭു. അങ്ങ് പരമമായ കാരണമാണ് എന്ന് ഞാൻ അറിയുന്നു. ഈ ലോകത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ കാണുന്നു. ഈ പദാർത്ഥങ്ങൾക്ക് കാരണമുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും അവയുടെ ലയത്തിനും കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ കാരണമില്ലാതെ ഒരു പദാർത്ഥവുമില്ല. അതാണ് നാം അറിയേണ്ട അടിസ്ഥാന തത്വം. ഏത് പദാർത്ഥത്തിനും കാരണമുണ്ട്. പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് കടലാസ് എന്നുള്ള കാരണത്താലാണ്. ആഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം എന്നുള്ള കാരണത്താലാണ്. മേശ ഉണ്ടാക്കിയിരിക്കുന്നത് തടി എന്നുള്ള കാരണത്താലാണ്, അല്ലെങ്കിൽ ഇരുമ്പ് എന്നുള്ള കാരണത്താലാണ്. ഇങ്ങനെ ഈ ലോകത്തിലുള്ള ഏതു പദാർത്ഥത്തെയും എടുത്തു നോക്കിക്കൊള്ളൂ. മനുഷ്യരായ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ 20-ൽ പരം മൂലകങ്ങൾ ആകുന്ന കാരണത്താലാണ്. കാരണമില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ ഈ ജഗത്തിൽ കണ്ടെത്താൻ കഴിയോ? ആലോചിച്ചു കഴിഞ്ഞാൽ, അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാത്തിനും കാരണമുണ്ട്. കാരണമില്ലാത്ത ഒന്നും ഈ ജഗത്തിലില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നൊരിക്കലും ആവശ്യപ്പെടില്ല. സ്വയം പരീക്ഷിച്ച് ബോധ്യപ്പെട്ടുകൊള്ളണം. കാരണമില്ലാത്തതായ ഏതെങ്കിലും ഈ പദാർത്ഥം ഈ ലോകത്തിൽ ഉണ്ടോ എന്ന്. അപ്പോൾ മനസ്സിലാകും കാരണമില്ലാത്ത ഒന്നുമില്ല. ഇനിയോ എല്ലാ കാരണങ്ങളും ഒരേ കാരണത്തിന്റെ നിഷ്പത്തിയിൽ നിഷ്പന്നമായിരിക്കുന്ന ഒരേ കാരണത്തിൽ നിന്നുണ്ടായവയാണ്. എല്ലാ കാരണങ്ങളും ഒരേ കാരണത്തിൽ നിന്നുണ്ടായവയാണ്. അതുകൊണ്ട് എല്ലാറ്റിനും ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആഭരണത്തിന് സ്വർണമെന്നുള്ള കാരണം കാണാം, മേശയ്ക്ക് തടിയെന്നുള്ള കാരണം കാണാം, അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് ഇരുമ്പെന്നുള്ള കാരണം കാണാം. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം കാരണങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അനേകം കാരണങ്ങളുണ്ടല്ലോ. അനേകം കാരണങ്ങൾ കൊണ്ടാണല്ലോ ഈ അനേക പദാർത്ഥങ്ങൾ ഉണ്ടായത്. നമ്മുടെ ഈ ശരീരത്തിന് തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിങ്ങനെ അനേക കാരണങ്ങൾ ഉണ്ടല്ലോ എന്ന സംശയം വേണ്ട. സർവകാരണങ്ങളും ഒരൊറ്റ കാരണത്തിൽ നിന്നുണ്ടായവ മാത്രമാണ്. ഈ കാരണങ്ങളെല്ലാം ആ ഒരൊറ്റ കാരണത്തിൽ ലയിച്ചടങ്ങുന്നത് നമുക്കറിയാൻ കഴിയും. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളുടെയും കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ആ കാരണങ്ങളുടെ കാരണം കണ്ടെത്താം, അതിന്റെ കാരണം കണ്ടെത്താം. ഇങ്ങനെ കാരണങ്ങളിൽ നിന്ന് കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ അവസാനം ഒരിടത്ത് ചെന്ന് നിൽക്കും. ഒരൊറ്റ കാരണത്തിൽ ചെന്ന് നിൽക്കും. അതിന് കാരണമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയാൽ അതിനപ്പുറം കടന്നു ചെന്ന് ഒരു കാരണത്തെ കണ്ടെത്താൻ ഇല്ല എന്ന് ബോധ്യപ്പെടും. അങ്ങനെ പരമകാരണം, ലോകത്തിന്റെ പരമകാരണം അതാണ് ഭഗവാൻ. അതാണ് അല്ലയോ ഭഗവാനെ, കാരണാനാം ച പരമം. എല്ലാ കാരണങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്ന
പരമകാരണമാണങ്ങ് എന്ന് ഞാൻ അറിയുന്നു. അങ്ങയിൽ നിന്നിട്ടാണ് ഇക്കാണായതായ പ്രപഞ്ചമുണ്ടായത്, ജീവനുള്ളതും ജീവനില്ലാത്തവയും എല്ലാം ഉണ്ടായത്. ഈ ഒരു ബ്രഹ്മാണ്ടം മാത്രമല്ല അങ്ങയിൽ നിന്നുണ്ടായത്, ഇതേപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. അവയുടെ എല്ലാം ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ഏകകാരണം, ഏകമേവ അദ്വിതീയം. ഉപനിഷത്ത് ആ പരമകാരണത്തെ നമുക്ക് കേൾപ്പിച്ചു തരും. ഏകമേവ, ഒന്ന് മാത്രം, അദ്വിതീയം, രണ്ടില്ലാത്തത്. അങ്ങനെയുള്ളതായ ആ ഏകകാരണം, അത് അലയോ ഭഗവാനെ അങ്ങാണ്. ആ ഏകകാരണത്തെയാണ് ഇതിഹാസ പുരാണങ്ങൾ സാക്ഷാൽ മഹാദേവനായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ ഏകകാരണത്തെയാണ് നാരായണനായിട്ട് നമ്മുടെ മുന്നിൽ ഇതിഹാസ പുരാണങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ ഏകകാരണത്തെയാണ് രാമനായും കൃഷ്ണനായും അയ്യപ്പനായും ഭഗവതിയായും ഭദ്രകാളിയായും ഒക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മുടെ മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അത്യന്തം ലളിതമായിട്ട് മധുരമായ രൂപകൽപ്പനയോടും മധുരമായ ഭാവകൽപ്പനകളോടും ഹൃദയഹാരിയായ കഥകളോടും കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.